രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ഇലക്ഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ബി.ജെ.പി. ഉന്നയിക്കുന്ന ആവശ്യം എന്നുള്ളത് രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കോ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, അല്ലെങ്കിൽ കോടതികളെ സമീപിക്കാം എന്നാണ്. എന്നാൽ ഇത് രണ്ടും രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷവും ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിലവിൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലെ കുറ്റക്കാർ എന്നുള്ളത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് സ്വതന്ത്രമായി ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട, അതിൻ്റെ എല്ലാ അവകാശങ്ങളുമുള്ള അധികാരങ്ങളുമുള്ള ഇലക്ഷൻ കമ്മീഷൻ ബി.ജെ.പിക്ക് വേണ്ടി പണിയെടുക്കുന്നു, ബി.ജെ.പിയെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാൻ കഴിയുകയില്ല. മറ്റൊന്നുള്ളത് ഇന്ത്യയിലെ കോടതികളാണ്. കോടതികളിൽ ഈ ഇലക്ഷൻ പ്രക്രിയയുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ തുടർന്നാൽ അത് തീരാൻ വർഷങ്ങൾ വേണ്ടിവരും. 1-2 വർഷമൊന്നുമല്ല അതിന് വേണ്ടി വരിക, 5, 10, 15 വർഷങ്ങളാണ് ഓരോ കേസിനും വേണ്ടി വരുന്നത്. ഈ ഒരു കാലയളവ് എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിലുള്ള സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വോട്ട് മോഷ്ടിച്ചാണ് എന്നുള്ള ആ ഒരു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ, അതിനുതകുന്ന തെളിവുകൾ നിരത്തി അത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഉത്തരവാദിത്തമുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കുമാണ്. തങ്ങൾ നിർണയിക്കാത്ത ആളുകൾ തങ്ങളുടെ ഭരണാധികാരികളാകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇന്ത്യൻ ജനത ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതിനുതകുന്ന പരിഹാരങ്ങൾ ഇന്ത്യൻ തെരുവീതികളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനുള്ള സമര പോരാട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ രാജ്യത്ത് ഉണ്ടായി വരേണ്ടത്. അതിനുള്ള തെളിവുകളും അതിനുതകുന്ന കാര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായി നിറവേറ്റിയിരിക്കുന്നത്. ഇനി മുഴുവൻ ഇന്ത്യയിലെ സാധാരണക്കാരായ പൗരന്മാരുടെ കയ്യിലാണ്. അവർ തന്നെയാണ് അവരുടെ യഥാർത്ഥ അവകാശങ്ങളെ ഈ രാജ്യത്ത് നേടിയെടുക്കാൻ ഇന്ത്യൻ തെരുവീതികളെ ശബ്ദിച്ചുകൊണ്ട് പ്രക്ഷുബ്ധമാക്കേണ്ടത്.